മുകളിൽ പോയി ഒഴിച്ചു. നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ ചൂട് വേണം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ തേജ ബോയ്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു കപ്പയും മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ തമിഴിൽ കണ്ട് ആരും ഒന്നും വിചാരിക്കണ്ട, നമ്മൾ മീനില്ലാത്ത മീൻകറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അതിപ്പം നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോകാനെ കൊണ്ട് വ്രതമൊക്കെ പിടിച്ചിരിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ മീനില്ലാതെ മീൻകറി ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് കണ്ടാൽ നമുക്ക് ആദ്യം തന്നെ ചട്ടി ചൂടാകാൻ വെക്കണം. എൻ്റെ അപ്പച്ചട്ടിയാണ്, ആരും തെറ്റിദ്ധരിക്കേണ്ട. തേഞ്ഞ് പരുവമായിരുന്നു. ഇതിനകത്ത് വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞിട്ട് ചട്ടി ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ മീൻകറിക്ക് ആവശ്യമുള്ള മുളക് പൊടി, മീനില്ലാത്ത മീൻകറി, അതെ, മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാതെ. ഇനി ഇതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് കറുത്ത് പോയത് ഇതിൻ്റെ ആ പച്ച മണം പോകാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് തേങ്ങയിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ എന്താണ്ട് ഇത്ര തേങ്ങയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ആ തേങ്ങയിലോട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് രണ്ട് മൂന്ന് ചുവന്നുള്ളി വേണം. അത് നമുക്ക് പൊളിച്ചെടുക്കാം. രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ ഞാൻ എടുക്കുകയാണേ. ഇനി നമുക്ക് ഈ തേങ്ങയും മുളകും എല്ലാം കൂടെ നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളെടുത്ത വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കണം. നമ്മളിത് ഒത്തിരി അരയ്ക്കാത്തത് കൊണ്ട് ഇത് മുഴുവനെ ഇട്ട് കൊടുത്താൽ അരയില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാണ്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. കുറച്ചുകൂടെ അരച്ചു കൊടുക്കും. നമുക്കൊരു ചട്ടി എടുത്തിട്ടുണ്ടേ. അതിലോട്ട് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പിട്ട് കൊടുക്കും. തൂത്ത് അടിച്ചിട്ട് കൊടുത്ത് ഇനി ഞാൻ വേണ്ട കുറച്ച് പിഴിപുളിയാണിത്. അത് നല്ലപോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ജാറിനകത്തോട്ട് ഒഴിച്ച്
അത് നമുക്ക് കഴുകിയെടുക്കാം. അത് നമുക്ക് നമ്മുടെ അരപ്പിലോട്ട് വെച്ച് കൊടുക്കാം. കണ്ടോ? ഇനി ഞാൻ എന്താണ്ട് നമ്മൾ ഇതിലോട്ട് ഇടാനെ കൊണ്ട് 2 തക്കാളി, ഒരു 4 പച്ചമുളക്, പച്ചമുളക് ഇങ്ങനെ ഞാൻ 2ആയിട്ട് കീറി വെച്ചേക്കണേ. അപ്പോൾ അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും തക്കാളി എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ വേറെ കഷ്ണങ്ങളോ മീനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇച്ചിരി എന്തെങ്കിലും കഷ്ണങ്ങളായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 തക്കാളി എടുത്തേക്കുന്നത്. തക്കാളി ഇട്ട് കൊടുത്ത് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടെ നമുക്ക് നല്ലപോലെ ഇളക്കാം. കൈ കൊണ്ട് ഇളക്കി കൊടുക്കാം. ഇനിയാണ് നമ്മൾ ഇതിൽ മെയിനായിട്ടുള്ള സാധനം ചേർക്കാൻ പോകുന്നത്. എന്താണ്? മതിയായിരിക്കും. നമുക്ക് അളവിൽ കൊടുക്കാം. നല്ലപോലെ ചാറ് വേണമെങ്കിൽ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ച് നമുക്ക് വെക്കാവേ. ഇതിപ്പം ഇത്ര മതിയായിരിക്കും. ഇനി നമുക്ക് വേണ്ട 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് അടച്ച് ഗ്യാസിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ മീനില്ലാത്ത മീൻകറി ഇവിടെ റെഡിയാകും. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മീനില്ലാത്ത മീൻകറി തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഇനി നമുക്കിത് നല്ല അടിപൊളി കപ്പ പിഴുങ്ങിയത് കൂട്ടി തിന്നാം. അപ്പം ഗൈസ് നോക്കിയാൽ നല്ല ചൂട് കപ്പയും നമ്മുടെ മീൻകറി, പിന്നെ നമ്മുടെ പപ്പായ അച്ചാറും ഉണ്ട് കേട്ടോ. തിന്നു നോക്കിയിട്ട് അഭിപ്രായം പറ. നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ ചൂട് വേണം. മീൻകറി പോലെ തന്നെ സത്യസന്ധമായിട്ട് പറ. എക്സാക്ട് മീൻകറി പോലെ തന്നെ. മീനിന്റെ കഷ്ണമില്ല, മീനിന്റെ പീസ് ഇല്ലാന്നു. അടിപൊളി. ഈ പപ്പായ അച്ചാറും കൂട്ടി വെച്ച പോലെ. അതെ, പപ്പായ അച്ചാർ. പൊളിയാണ്. നീ ഒന്ന് കഴിച്ചു പോകും. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അപ്പം ഗൈസ് നമ്മുടെ കപ്പയും മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.